ഒന്നാമതായി തിരുവള്ളൂർ പഞ്ചായത്തിലെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ തിരുവള്ളൂർ പഞ്ചായത്തിലുള്ള നെടുമ്പ്രമണ്ണ എന്ന യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഒരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കപ്പെടുകയും MSFന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഒരു പ്രവർത്തകന്റെ പേരിൽ വ്യാജമായ ചില നിർമ്മിതികൾ നടത്തി വർഗീയ പദാവലികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകൾ പ്രചരിക്കുകയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഒരു വിദ്വേഷ പ്രചരണമാണ് വടകരയിൽ നടന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്കെതിരെയും യൂത്ത് ലീഗിന്റെ യൂണിറ്റ് കമ്മിറ്റിക്കെതിരെയും നടന്ന ഒരു പ്രചരണം എന്ന നിലയിൽ ഏറ്റവും ആദ്യം തന്നെ പോലീസിനെ സമീപിക്കുവാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇത് വ്യാജമായി നിർമ്മിച്ചവരെ അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടാനും യൂത്ത് ലീഗ് ഒന്നാം ഘട്ടത്തിൽ തയ്യാറായി. രണ്ടാമതായി യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയുമൊക്കെ ഇത് യൂത്ത് ലീഗിന്റെ പേരിലും യൂത്ത് ലീഗ് പ്രവർത്തകന്മാരുടെ മേലും നിർമ്മിച്ചെടുത്തതാണ് എന്ന് ഞങ്ങൾക്കുറപ്പാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഞങ്ങളാണ് ഇത് നിർമ്മിച്ചത് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയും ഈ വിഷയത്തിൽ ഞങ്ങൾ നിരപരാധികളാണെന്ന ഉറച്ച ആത്മവിശ്വാസത്തിന്റെയും ബലത്തിനാണ് അങ്ങനെ ഒരു പ്രതികരണം ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നത് വളരെ കൃത്യമായി ആസൂത്രിതമായി നടന്നിട്ടുള്ള വടകര പോലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പ്രചരണം തുടരുകയും ആ പ്രചരണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ പോസ്റ്റ് ചെയ്തത് പിൻവലിക്കാതിരിക്കുകയും സാധാരണക്കാരായ ചില പ്രവർത്തകന്മാർ ഇത് തെറ്റാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ട പലരും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ അജണ്ടകളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ വടകര പോലെ സൗഹാർദ്ദപരമായി നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കേവലമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവമുള്ളതാകും. അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സംവിധാനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ക്രീൻഷോട്ട് നിർമ്മിച്ചെടുത്ത അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന പേരിൽ ഫേസ്ബുക്ക് പേജിൽ വന്ന 8ഓളം അഡ്മിന്മാരുള്ള ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോൾ സംഘപരിവാരം കേരള സ്റ്റോറിയൊക്കെ നിർമ്മിച്ചതുപോലെ ആദ്യം അതിന്റെ ടാഗ് ലൈനിൽ 32,000 പെൺകുട്ടികൾ ഇവിടെ നിന്ന് സിറിയയിലേക്ക് പോയി എന്ന് പ്രചരിപ്പിച്ചതുപോലെ പിന്നീട് പൊതുസമൂഹം അത് തെറ്റാണെന്ന് തെളിവിലൂടെ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് പോലും അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അതിന് സമാനമായ രീതിയിൽ വടകരയിലും ഇങ്ങനെ കാഫിർ എന്നൊരു പ്രയോഗം നടത്തി. ഇപ്പൊ LDFന്റെ പോസ്റ്ററിലും കാഫിർ പ്രയോഗം വെച്ചാണ് തൊട്ടടുത്ത ദിവസം പരിപാടി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം DYFIയുടെ നേതാക്കന്മാരുടെ പ്രസംഗത്തിലും കാഫിർ പ്രയോഗമാണ് ആവർത്തിച്ചത്. അതേപോലെ തന്നെ പ്രഗത്ഭന്മാരായ CPMന്റെ നേതാക്കന്മാരോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അവരും ആരോപിച്ചത് കാഫിർ പ്രയോഗം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സമ്പൂർണമായ തെറ്റായ, പൂർണ്ണമായ വ്യാജമായ, തികച്ചും നിരുത്തരവാദിത്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസാണ് ഇതിൽ ഇടപെടേണ്ടത്. ഇതിൽ നിഷ്ക്രിയത്വം പാടില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യുക. വർഗീയ കലാപമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘർഷമോ ആണ് ഇവർ അജണ്ടയെങ്കിൽ അത് ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുക. ജനകീയമായ മുന്നേറ്റം വടകരയിൽ ഉണ്ടാകും. പോലീസ് സംവിധാനം ഇത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള സ്ക്രീൻഷോട്ടുകൾ പലതും പ്രചരിപ്പിക്കപ്പെടും. പലരുടെയും പേര് വരും. നമുക്ക് എല്ലാ സ്ഥലത്തും കേരളത്തിന്റെ അങ്ങുമിങ്ങുമൊക്കെ ഓരോ ഘട്ടങ്ങളിലും ഈ ഒരു പ്രവണത ആവർത്തിക്കും. സ്വാഭാവികമായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് പോലീസ് കൃത്യമായ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെ കണ്ടെത്തണം, അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഒരു SP ഓഫീസ് മാർച്ച് വടകരയിൽ സംഘടിപ്പിക്കുന്നത്. അത് ഒരു വലിയ പോരാട്ടമായി തുടർന്നും ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. കാസിമും നെടുമ്പ്രമണ്ണ യൂണിറ്റ് കമ്മിറ്റി. ഇപ്പോൾ തിരുവള്ളൂർ പഞ്ചായത്തിൽ യൂത്ത് ലീഗിന് 12ഓളം യൂണിറ്റ് കമ്മിറ്റികളുണ്ട്. അപ്പം അതിലൊരു യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പ്രചരിച്ചത്. അതിൻ്റെ ഒരു ഒറ്റനോട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു വ്യാജമാണ്, കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് ബോധ്യപ്പെടും. എങ്കിലും അത് നിയമപരമായി പൊതുസമൂഹത്തിനോടും ബോധ്യപ്പെടണം. ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് ഒരു പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് പോകുന്നതിന് പകരം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം. ഞങ്ങളാണെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം തരാ എന്ന പ്രചരണത്തിനൊന്നും പ്രസക്തിയില്ല. ഇതിന് പിന്നിൽ ഒരു വിഭാഗം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ നാളെയും ഇത് ആവർത്തിക്കും. അപ്പോൾ പോലീസ് ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ പ്രതികളോ ഞങ്ങൾ സൂചിപ്പിച്ച ആളുകളെ വിളിച്ചു വരുത്തി
ചോദ്യം ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായ നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ അർത്ഥത്തിലൊരു ഗൗരവം കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് നിസ്സാരമായൊരു വിഷയമല്ല. ഇത് വീണ്ടും തെരഞ്ഞെടുപ്പാനന്തരം ആവർത്തിക്കുകയാണ്. ഈ മെസ്സേജിന്റെ പശ്ചാത്തലത്തിലാണ് പ്രസംഗം നടക്കുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നത്, നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടാകുന്നതൊക്കെ ഈ കാഫിർ പ്രയോഗം വെച്ച് തുടരാൻ, അത് സ്ഥാപിക്കാൻ, അങ്ങനെ ഒരു പൊതുമനസ്സിലേക്ക് പതുക്കെ പതുക്കെ അത് സ്ഥാപിച്ച് അവിടെയുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം ഗൗരവമായിട്ടുണ്ട്. ഫോൺ മേടിച്ചു, പോലീസ് കാസിമിനെ നേരിട്ട് സംസാരിച്ചു, ഫോൺ കാസിമിന് തിരിച്ചു നൽകി. കാസിം ഈ വിഷയത്തിൽ കാസിമല്ല ഇതുണ്ടാക്കിയതെന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കാസിം അംഗമല്ല എന്നുള്ളതും പോലീസ് കൃത്യമായി കാസിമിനെ ബോധ്യപ്പെടുത്തി. ഞങ്ങളത് വിവരാവകാശ പ്രകാരം അതിന്റെ റിപ്പോർട്ട് പുറത്തുവരും കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ. ഏതായാലും കാസിം നിരപരാധിയാണ് എന്നുള്ളത് കാസിമിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്, പോലീസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പത്രക്കാരോടത് പറയുകയാണ്, പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടും. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു വിഭാഗം ഉണ്ടല്ലോ, അവർ ഈ പ്രവണത ഇനി ആവർത്തിക്കല്ലോ. അപ്പോൾ അവരാരാണ് എന്ന് കണ്ടെത്തുക എന്നതാണ്. അതിൻ്റെ ഒരു നിഷ്ക്രിയത്വം ഇങ്ങനെ തുടർന്നാൽ വലിയൊരു അപകടം ഉണ്ടാകും. അവരത് ആവർത്തിക്കുമെന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ മാർച്ച്.